കൊല്ലം തീരത്തടിഞ്ഞ 29 കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. കരയ്ക്കടിഞ്ഞ വസ്തുക്കൾ സംബന്ധിച്ച് കസ്റ്റംസ് കണക്കെടുത്ത വിവരങ്ങൾ കമ്പനിക്ക് കൈമാറും. മാലിന്യം ശാസ്ത്രീയമായി ശേഖരിച്ച ശേഷം സംസ്കരിക്കും. ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളിലാണ് ബഹുഭൂരിപക്ഷം കണ്ടെയ്നറുകളും അടിഞ്ഞത്. കടൽ മാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയി കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനാണ് നീക്കം. അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പൽ കമ്പനി കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിന് വാട്ടർ ലൈൻ കമ്പനിക്ക് കരാർ നൽകി. അതേസമയം കൊല്ലം ബീച്ചിന് സമീപം തടികൾ കരയ്ക്കടിഞ്ഞു. കടലിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ എടുക്കരുതെന്ന് കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. അവർ ഈ കോസ്റ്റിലുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം അവരുടെ ഇതിൽ പൊസഷനിൽ പോകേണ്ടതാണ്. അപ്പം കസ്റ്റംസ് വന്നിട്ട് ഇതൊക്കെ കണക്കെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൈമാറും. അതിൻ്റെ കോമ്പൻസേഷൻ എല്ലാം അവർ കമ്പനിയിൽ നിന്ന് ഈടാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആരും എടുക്കരുതെന്നാണ് പറയാനുള്ളത്. തകരാറിലായ കണ്ടെയ്നറുകളും തീരത്തടിഞ്ഞ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന കമ്പനിയുടെ പ്രതിനിധികളും ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിച്ച് നാളെ മുതൽ സംസ്കരിച്ചു തുടങ്ങും. അതേസമയം ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും തീരത്തടിയുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വസ്തുക്കൾ ശേഖരിക്കരുതെന്നും അകലം പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവർത്തിച്ചു. 24 കൊല്ലം.